അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني اذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനും കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രമുഖ സ്വഹാബിയാണ് മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ചരിത്രത്തിൽ പ്രസിദ്ധിയാർജിച്ച സ്വഹാബ വനിതയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ച് അവർ തന്നെ
നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ നമുക്കത് കാണാം. അവർ പറയാണ്, അനി ഉമ്മി സലമ അന്നഹ ഖാലത്ത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാമിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബത്തുൻ, ഒരു മുസ്ലിമുമില്ല അവനെ ഒരു മുസീബത്ത് ബാധിക്കുന്നു. ഫയഖൂൽ മാ അമറല്ലാഹ്, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കൽപ്പിച്ചത് അവൻ പറയുകയും ചെയ്യുന്നു. എന്താണ് പറയാൻ കൽപ്പിച്ചത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവേ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരും അവനിലേക്ക് മടങ്ങുന്നവരുമാണ്. അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, പടച്ചവനെ, എനിക്കിപ്പോൾ ഉണ്ടായ ഈ പ്രയാസത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകുകയും ഇതിനേക്കാൾ ഉത്തമമായത് എനിക്ക് നീ പകരം നൽകുകയും ചെയ്യണമേ എന്നതാണ്. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇത് പ്രാർത്ഥിച്ചു. പക്ഷെ അവർ പറയാണ്, അബൂ സലമയേക്കാൾ ഖൈറായതിനെ നീ എനിക്ക് തരയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അയ്യുൽ മുസ്ലിമീന ഖൈറും മിൻ അബീ സലമ, അബൂ സലമയേക്കാൾ നല്ലവനായ ആരെയാണ്, ഒരു വിശ്വാസിയായി ആരെയാണ് എനിക്ക് ലഭിക്കുക? അവര് ആ സംഭവം വിശദീകരിച്ച് പോകുമ്പോൾ നമുക്ക് കാണാം, ഫഅഖ്ലഫല്ലാഹു ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ അല്ലാഹു എനിക്ക് അബൂ സലമയേക്കാൾ ഉത്തമമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പകരം നൽകി എന്നാണ്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് നൽകുന്നത് ഒരു വലിയ പാഠമാണ്. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആ പ്രയാസങ്ങളും നഷ്ടങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ നല്ലതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരം തരാനായിരിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നോക്കൂ നിങ്ങൾ, മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ 2 മക്കളെ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ബാക്കിയുള്ള മക്കളോട് പറഞ്ഞ കാര്യമാണ് സൂറത്ത് യൂസുഫിലെ 87-ാമത്തെ ആയത്ത്. എന്താ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ, എന്റെ മക്കളെ, നിങ്ങൾ പുറപ്പെട്ടു പോവുക, എന്നിട്ട് യൂസുഫിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കുക. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹ് തരുന്ന ആശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നിരാശരായി പോകരുത്. കാരണം ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളായ ആളുകളല്ലാതെ അല്ലാഹ് തരുന്ന ആശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും നിരാശരാവുകയില്ല എന്നാണ്. അതുകൊണ്ട് എന്റെ മക്കളെ, നിങ്ങൾ 2 ആളെ നമുക്ക് നഷ്ടമായി, അവരന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുക. ഒരിക്കലും പടച്ച റബ്ബ് നമുക്ക് തരുന്ന ആശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നിരാശരാകരുത് എന്നാണ്. സഹോദരങ്ങളെ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചില ആളുകൾ അനുഭവിക്കുന്ന വലിയ പ്രയാസം രോഗമാണ്. സ്വന്തത്തിന്റെ രോഗം, അല്ലെങ്കിൽ കുടുംബത്തിലെ ആരുടെയെങ്കിലുമൊക്കെ രോഗം. അല്ലാഹു നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്രകാരം തന്നെ സാമ്പത്തിക രംഗത്തെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കുടുംബ ജീവിതത്തിൽ ഇണകളെയോർത്ത്, മക്കളെയോർത്ത്, മാതാപിതാക്കളെയോർത്ത് പല നിലക്കുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ, ജോലിയുടെ രംഗത്ത് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, പുതിയ കാലത്ത് നാടനുഭവിക്കുന്ന പല നിലക്കുള്ള പ്രയാസങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവർ,
പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊന്നും നിരാശയുണ്ടാകാൻ പാടില്ല എന്നാണ്. ഒരുപക്ഷെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തന്നത്, ഈ പ്രയാസങ്ങൾ നമുക്കൊരു ഖൈറിന് വേണ്ടിയായിരിക്കും, നമുക്കറിയാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വഅസാൻ തക്റഹു ശൈആ വഹുവ ഖൈറുൻ ലക്കും വഅസാൻ തുഹിബ്ബു ശൈആ വഹുവ ശർറുൻ ലക്കും വഅസാൻ തക്റഹു ശൈആ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ചിലതിനെ നിങ്ങൾ വെറുത്തു പോകുന്നു. വഹുവ ഖൈറുൻ ലക്കും, ഒരുപക്ഷെ അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. വഅസാ തുഹിബ്ബു ശൈആ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് നിങ്ങൾ കൊതിച്ചു പോകുന്നു. വഹുവ ശർറുൻ ലക്കും, ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഉപദ്രവമായിരിക്കും, ഷർറായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. വല്ലാഹു യഅലം, അല്ലാഹ് കൃത്യമായി അറിയുന്നവനാണ്. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ അറിയാത്തവരാണ്. ഈ ആയത്ത് ഇറങ്ങിയ പശ്ചാത്തലം യുദ്ധവുമായി ബന്ധപ്പെട്ട് പിന്തി നിന്ന ആളുകളോടാണെങ്കിലും സഹോദരങ്ങളെ, ഈ ആശയം പൊതുവായി പഠിപ്പിക്കപ്പെട്ട ആശയമാണ്. ചിലത് നമുക്ക് ഉണ്ടാകരുത് എന്ന് നമ്മൾ വിചാരിക്കും. ആ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചതിലായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഖൈറുണ്ടാകുക. നോക്കൂ, നിങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തന്നെ ചരിത്രം എടുത്താൽ മുമ്പ് നമ്മൾ വിശദമായി പറഞ്ഞതാണ് സൂറത്തു യൂസുഫിലെ പാഠങ്ങൾ. അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട അതിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തെ എടുത്ത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റുകളഞ്ഞു. അവര് വലിയ പ്രാധാന്യവും വിലയൊന്നും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. പക്ഷെ ആ വിൽപ്പനയും ആ യാത്രയുമൊക്കെ ഒരു വലിയ ഗുണത്തിനും നേട്ടത്തിനുമായിരുന്നു എന്നത് ചരിത്രം വായിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഹിജ്റയുടെ ചരിത്രവും മറ്റൊന്നല്ലല്ലോ നമ്മെ പഠിപ്പിച്ചത്, അതൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാകുന്നത് ഖൈറിനായിരിക്കും. ആഗ്രഹിച്ച ചിലത് ആഗ്രഹിച്ച പോലെ നടക്കാതിരിക്കുന്നത് അതിനേക്കാൾ ഉത്തമമായ ചിലതെന്തെങ്കിലും നമുക്ക് ലഭിക്കാനായിരിക്കുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? അള്ളാന്റെ വിധിയെ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് നമുക്കുണ്ടാകണം. നോക്കൂ, നിങ്ങൾ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു അസുഖം വന്ന് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റാൻ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. കാനലി അത്റാഫുൻ അർബഅ, കയ്യും കാലുമായി 4 അവയവങ്ങളെ നീ എനിക്ക് തന്നു. ഫഅഖത്ത വാഹിദ, ഒന്നല്ലേ പടച്ചോനെ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ. കയ്യും കാലുമായി 4 അവയവങ്ങളെ തന്നിട്ട് അതിൽ നിന്ന് ഒന്നല്ലേ റബ്ബേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അദ്ദേഹത്തിന് തന്നെ അല്ലാഹു കൊടുത്ത മറ്റൊരു പരീക്ഷണമാണ്. അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ മരണപ്പെട്ടു. ആ സമയത്തും അദ്ദേഹം പറഞ്ഞത് അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാണ് സ്തുതികൾ അഖിലം. കാനു സബ്അ, എന്റെ മക്കൾ 7 പേരാണ്. ഫഅഖത്ത മിൻഹും വാഹിദ, ഒരാളെ നീ എടുത്തിട്ടുള്ളൂ. നീ എനിക്ക് വേണ്ടി 6 പേരെ ബാക്കി വെച്ചല്ലോ. എനിക്ക് 7 ആളെ തന്നിട്ട് അല്ലാ 7 ആളെ നീ തിരിച്ചു ചോദിച്ചില്ലല്ലോ. നീ ഒരാളെയല്ലേ തിരിച്ചെടുത്തിട്ടുള്ളൂ. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എന്തുണ്ടായത്? പടച്ചോന്റെ വിധിയെ ഉൾക്കൊണ്ടു. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ പല തവണ ഇസ്ലാമിക രംഗത്തെ ശരിയായ നിലപാട് സ്വീകരിച്ച്, ശരിയായ ആദർശം സ്വീകരിച്ച് ജീവിച്ച കാരണത്താൽ പലതവണ അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഇന്ന ഹബ്സി ഖൽവ, എന്നെ നിങ്ങൾ ജയിലിൽ അടക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിരക്കുകളിൽ നിന്നൊന്ന് ഒഴിഞ്ഞിരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. വഖതലി ഷഹാദ, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ലഭിക്കുന്ന രക്തസാക്ഷിത്വമാണ്. വഇഖ്റാജി മിൻ ബലദി സിയാഹ, ഇനി നിങ്ങളെ ഈ നാട്ടിൽ നിന്ന്, എന്റെ നാട്ടിൽ നിന്ന് നിങ്ങൾ എന്നെ പുറത്താക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ടൂർ ഓണമായിരുന്നു, ഒരു ടൂർ പോകുന്ന പോലെയാണ് എനിക്ക്. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ സഹോദരങ്ങളെ ആർക്കാണ് സങ്കടപ്പെടുത്താൻ കഴിയുക? ആർക്കാണ്
ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ കഴിയാ, നിരാശപ്പെടുത്താൻ കഴിയാ. നിങ്ങൾ ജയിലിൽ അടച്ചാൽ എനിക്കൊന്ന് ഒഴിഞ്ഞിരിക്ക, നിങ്ങൾ എന്നെ കൊന്നാൽ എനിക്ക് ഷഹാദത്ത് കിട്ടും. ഇനി അതല്ല, ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ മെനക്കെട്ട് എന്നെ പുറത്താക്കുകയാണെങ്കിൽ എനിക്കതൊരു യാത്രയാണ്. അള്ളാഹുവിന്റെ വിധിയെ ഉൾക്കൊള്ളാനാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, വാതരോഗത്തിന് സമാനമായ ശരീരത്തിന്റെ അവയവങ്ങളെ ചലിപ്പിക്കാൻ കഴിയാത്ത നിലക്കുള്ളൊരു രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു. സ്വഹാബത്ത് അദ്ദേഹത്തെ കാണാൻ വന്നു. അവര് അദ്ദേഹത്തിന്റെ അവസ്ഥകൾ കണ്ട് നിരാശരായപ്പോൾ അദ്ദേഹം ചോദിച്ചില്ലേ, മനുഷ്യരെ, പടച്ചോൻ എന്റെ കാര്യത്തിൽ തെരഞ്ഞെടുത്തൊരു വിഷയത്തിൽ ഞാൻ സന്തോഷിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് അതോർത്ത് കരയുന്നത്? എനിക്ക് സന്തോഷാണ്, ഇതെനിക്ക് കൂലിയിട്ടുള്ള പരിപാടിയാണല്ലോ. ആ നിലക്ക് അള്ളാഹുവിന്റെ വിധികളെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയാൽ സഹോദരങ്ങളെ, ഏത് നാടിന്റെ അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുമ്പോ, രോഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ, സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് ചിന്തിക്കുമ്പോ, കഴിഞ്ഞ കാലത്തെ കച്ചവടത്തിന്റെ കണക്കും പുതിയ കാലത്തെ കച്ചവടവും താരതമ്യം ചെയ്യുമ്പോ നിരാശപ്പെടൂല നമ്മൾ. അതുകൊണ്ട് വിധിയെ ഉൾക്കൊള്ളാനാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിനേക്കാൾ ഉത്തമമായത് പകരം തരാൻ എന്റെ റബ്ബിന് കഴിയുമെന്ന് ചിന്തിക്കുന്നിടത്താണ് നിരാശയില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിനടിസ്ഥാനപരമായി നമുക്ക് വേണ്ട കാര്യം നമ്മുടെ ജീവിതം തഖ്വയുള്ള ജീവിതമാവുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വാഗ്ദാനമാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നോ അവന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു മാർഗം, ഒരു തുറവി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരാണോ പടച്ചോനെ പേടിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുന്നത് അവന്റെ എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു എളുപ്പം നൽകും. അതുകൊണ്ട് തഖ്വയുള്ളവരായി പടച്ചവനിൽ പ്രതീക്ഷയർപ്പിച്ച് എന്ത് നഷ്ടങ്ങളും അതിനേക്കാൾ വലിയ നേട്ടങ്ങൾ ലഭിക്കാനുള്ള വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ് എന്റെ നഷ്ടങ്ങളെപ്പോലും എനിക്ക് നേട്ടങ്ങളാക്കി തരാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്ന് ബോധ്യപ്പെട്ട് അള്ളാന്റെ വിധിയെ ഉൾക്കൊണ്ട് നിരാശയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അവിടെയാണ് ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നത്. അള്ളാഹു ആ സമാധാനത്തെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും മനപ്പാടമുള്ള സൂറത്താണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫീൽ. വളരെ ചെറിയ ഒരു അധ്യായം. ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധ ഭവനത്തെ തകർക്കാൻ വലിയ ആനകളുടെ ഒരു പടയുമായി വന്ന ഒരു സംഘത്തെ വളരെ ചെറിയ പക്ഷികളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു എന്നതാണല്ലോ സൂറത്തുൽ ഫീലിന്റെ ആശയം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ നമസ്കാരങ്ങളിൽ നമ്മൾ ആവർത്തിച്ചോതുന്ന, പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരത്തിലൊക്കെ പലപ്പോഴും നമ്മൾ പാരായണം ചെയ്തു പോകുന്ന മനപ്പാടമുള്ള സൂറത്താണിത്. ഒരുപക്ഷെ ഈ സൂറത്ത് ഓതി നിസ്കരിച്ചു കഴിഞ്ഞ് ഇരിക്കുമ്പോൾ പോലും നമ്മളുടെ മനസ്സിൽ നിരാശകളും സങ്കടങ്ങളും അപ്പോഴും ഉണ്ടാകും. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ എന്താണ് ഇപ്പൊ ഈ ഓതിയത് എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ഇപ്പൊ ഓതിയത് എന്താ? വലിയ ആനപ്പടയെ പക്ഷികളെ കൊണ്ട് തകർക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്നാണല്ലോ ഇപ്പൊ ഞാൻ ഓതിയത് എന്ന ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ പാരായണം ചെയ്ത് നിസ്കരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ നിരാശകൾ മാറിപ്പോകാത്തതിന്റെ കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചോന്റെ വിധിയെ ഉൾക്കൊള്ളുകയും തഖ്വയുള്ളവരായി ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെയും പഠിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ്
എന്താണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിച്ച ശ്രദ്ധേയമായ പാഠങ്ങളെന്ന് പഠിക്കാൻ കൂടിയുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിന്റെ ലക്ഷ്യത്തെയും അർത്ഥത്തെയും തിരിച്ചറിഞ്ഞ് പ്രതിസന്ധികളെ മറികടന്ന് നിരാശയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പഠിക്കാനുള്ള അനേക സംവിധാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ വ്യത്യസ്തങ്ങളായ ഖുർആൻ പഠന സംവിധാനങ്ങൾ, വിജ്ഞാന സദസ്സുകളൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അടക്കം, നമ്മുടെ പീസ് റേഡിയോ അടക്കം ധാരാളം പഠന സംവിധാനങ്ങൾ നമുക്ക് ലഭ്യമാണ്. പഠിക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ മഞ്ചേരി നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കാറുള്ള ബഹുമാന്യനായ ജലീൽ സാഹിബ് ഇന്നലെ സ്ട്രോക്ക് വന്ന് അല്പം പ്രയാസകരമായ അവസ്ഥയിൽ കോഴിക്കോട് ആശുപത്രിയിലാണ്. പ്രാർത്ഥിക്കാൻ കുടുംബം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ജ്യേഷ്ഠ സഹോദരന്റെ എല്ലാ നിലക്കുമുള്ള ശാരീരിക പ്രയാസങ്ങളെ മാറ്റിക്കൊടുത്ത് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലക്കുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും പടച്ചറബ് മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഈ പള്ളിയോടൊക്കെ സജീവമായി സഹകരിച്ചു പോന്നിരുന്ന ബഹുമാന്യനായ PA സൈഫുദ്ദീൻ സാഹിബ് അദ്ദേഹം മരണപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നന്മയായി പരിഗണിച്ച് അദ്ദേഹത്തിന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും പടച്ചറബ് ആ നിലക്കുള്ള നല്ല മരണത്തെ തൗഹീദ് ഉൾക്കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഅഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.